നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കൊലപാതകം. ദേഷ്യം വന്നപ്പോൾ കൊന്നെന്ന് മൊഴി. ആശുപത്രിയിലെത്തി അമ്മൂമ്മയുടെ മൊഴിയെടുത്ത് പോലീസ്. ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ഓൺലൈൻ പാർട്ട് ടൈം ജോബ് തട്ടിപ്പിലൂടെ ആളൂർ സ്വദേശിയിൽ നിന്ന് 12 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ മണ്ണാർക്കാട് നിന്നും അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ പൊടിയൻ ബസാറിലെ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ 2 യുവാക്കളെ പിടികൂടി. കല്ലേറ്റുങ്ങര സ്വദേശിയിൽ നിന്ന് ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ 1,06,75,000 രൂപ തട്ടിയെടുത്തു. ചാലക്കുടിയിൽ നവീകരിച്ച പാലസ് മോഡൽ റോഡ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കൊലപാതകം. ദേഷ്യം വന്നപ്പോൾ കൊന്നെന്ന് മൊഴി. ആശുപത്രിയിലെത്തി അമ്മൂമ്മയുടെ മൊഴിയെടുത്ത് പോലീസ്. അങ്കമാലിയിലെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ കുറ്റസമ്മതം നടത്തി അമ്മൂമ്മ. അമ്മൂമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ദേഷ്യം കാരണം കൊന്നെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആശുപത്രിയിലെത്തിയാണ് പോലീസ് മൊഴിയെടുത്തത്. ഇവർ മറ്റൊന്നും പറഞ്ഞില്ല. കുഞ്ഞിന്റെ കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. ശരീരത്തിൽ നിന്ന് അമിത അളവിൽ രക്തം വാർന്നു പോയിരുന്നു. കുഞ്ഞിന്റെ അമ്മൂമ്മയായ 60 വയസ്സുള്ള ഡെയ്സിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. ശരീരത്തിലെ സോഡിയം കുറയുമ്പോൾ അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇതിനു മുൻപും ഇവർ ഇത്തരം പ്രശ്നങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. സ്ഥലകാല ബോധമില്ലാതെ പെരുമാറുമായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു. ഇവർ വിഷാദ രോഗത്തിന് ചികിത്സ തേടുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് പോലീസിന് ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. ആശുപത്രിയിലെത്തി മൊഴിയെടുത്ത പോലീസിനോട് ദേഷ്യം കാരണം കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി അമർത്തി കൊലപ്പെടുത്തിയെന്ന് മാത്രമാണ് ഇവർ മൊഴി നൽകിയത്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്കമാലി സെയിന്റ് ആന്റണീസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. എരുമപ്പെട്ടി മുരിങ്ങാത്തേരി മാർക്കറ്റിൽ കൊട്ടേക്കാട് ചിറ്റിലപ്പള്ളി ഷെല്ലിയുടെയും ലിസിയുടെയും മകനായ സാം ഷെല്ലിയാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. ഞായറാഴ്ച ഫുട്ബോൾ കളിക്കുന്നതിനിടെ ശാരീരിക അസ്വസ്ഥ്യം തോന്നിയ കുട്ടി കളി നിർത്തി വിശ്രമിക്കുകയായിരുന്നു. തുടർന്ന് കുഴഞ്ഞു വീണ സാം ഷെല്ലിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 7 മണിയോടെയാണ് മരണം. ഓൺലൈൻ പാർട്ട് ടൈം ജോബ് തട്ടിപ്പിലൂടെ ആളൂർ സ്വദേശിയിൽ നിന്ന് 12 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ മണ്ണാർക്കാട് നിന്ന് അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ജോബ് നൽകുന്ന ഏജൻസിയാണെന്നും ആമസോൺ പാർട്ട് ടൈം പ്രൊമോഷൻ വർക്കിലൂടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ വൻ ലാഭം ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയും വാട്സ്ആപ്പ്, ടെലഗ്രാം അക്കൗണ്ടുകൾ മുഖേന ഓൺലൈൻ പാർട്ട് ടൈം ജോബുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ അയച്ച് വിശ്വാസം നേടിയെടുത്താണ് ആളൂർ മാനാട്ടുകുളം സ്വദേശി സാഫല്യം വീട്ടിൽ ഹരീഷ് രവീന്ദ്രനാഥ് എന്നയാളിൽ നിന്ന് പണം വാങ്ങിയത്. ലാഭവിഹിതമോ നിക്ഷേപിച്ച പണമോ തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയായ മലപ്പുറം നെല്ലിക്കുന്ന് സ്വദേശി ചക്കിപ്പറമ്പൻ വീട്ടിൽ മുഹമ്മദ് മിഥിലാജ് എന്നയാളെ മണ്ണാർക്കാട് നിന്ന് തൃശൂർ റൂറൽ സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൊടുങ്ങല്ലൂർ പൊടിയൻ ബസാറിലെ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ 2 യുവാക്കളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ ചാണാശ്ശേരി കുടുംബക്ഷേത്രത്തിലെ 2 സ്റ്റീൽ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് ഏകദേശം 15,000 രൂപ കവർന്ന കേസിലാണ് അറസ്റ്റ്. എറിയാട് അത്താണി ആശാരിപ്പറമ്പിൽ വീട്ടിൽ ശിവ, മേത്തല എൽത്തുരുത്ത് ദേശത്ത് നെല്ലിപ്പറമ്പിൽ വീട്ടിൽ പ്രവീൺ എന്നിവരാണ് അറസ്റ്റിലായത്. നവംബർ 2 രാത്രി 9 മണിക്കും 3 പുലർച്ചെ 6 മണിക്കും ഇടയിലാണ് മോഷണം നടന്നത്. ശാസ്ത്രീയവും വിശദവുമായ അന്വേഷണത്തിൽ പ്രതികളെ കോട്ടപ്പുറം ഭാഗത്തു നിന്നുമാണ് പോലീസ് പിടികൂടിയത്.
പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രതികൾ കാരാ ഭാഗത്തുള്ള ഒരു അമ്പലത്തിലും കാരാ ബീച്ചിന് സമീപത്തുള്ള ഒരു അമ്പലത്തിലും പൊയ്യയിലുള്ള ഒരു അമ്പലത്തിലും കരൂപ്പടന്ന പാലത്തിന് സമീപത്തുള്ള മുരുകന്റെ അമ്പലത്തിലെയും എടവിലങ്ങ് കുത്തൈനി ഭാഗത്തുള്ള ഒരു അമ്പലത്തിലും പൊടിയൻ ബസാറിൽ വില്ലേജ് ഓഫീസിനടുത്തുള്ള 2 അമ്പലങ്ങളിലും ഭണ്ഡാരം മോഷണം ചെയ്തതായി തെളിഞ്ഞു. കല്ലേറ്റുങ്കര സ്വദേശിയിൽ നിന്ന് ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ 1,06,75,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ തിരുനെൽവേലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ കല്ലേറ്റുങ്കര സ്വദേശി താക്കോൽക്കാരൻ വീട്ടിൽ രാജു എന്നയാളിൽ നിന്നാണ് പണം തട്ടിയത്. കേസിലെ പ്രതിയായ തമിഴ്നാട് തിരുനെൽവേലി കരിക്കത്തോപ്പ് സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് അലി എന്നയാളെ തിരുനെൽവേലിയിൽ നിന്നാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടിയിൽ നവീകരിച്ച പാലസ് മോഡൽ റോഡ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. വാർഡ് കൌൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത്, ബിന്ദു ഡേവിസ് എന്നിവർ സംസാരിച്ചു. വഴിയോരങ്ങളിലെ ചെടികൾ പരിപാലിക്കുന്ന മിൻ ഹാജിയെ ആദരിച്ചു. ചാലക്കുടി നഗരസഭ ഈ 5 വർഷക്കാലം കൊണ്ട് വലിയ വികസനമില്ലാത്തവർക്ക് ഭൂമി നൽകുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 40 രൂപ കൂടി. ഗ്രാമിന് 11,175 രൂപ, പവന് 89,400 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കൊലപാതകം. ദേഷ്യം വന്നപ്പോൾ കൊന്നെന്ന് മൊഴി. ആശുപത്രിയിലെത്തി അമ്മൂമ്മയുടെ മൊഴിയെടുത്ത് പോലീസ്. ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ഓൺലൈൻ പാർട്ട് ടൈം ജോബ് തട്ടിപ്പിലൂടെ ആലൂർ സ്വദേശിയിൽ നിന്ന് 12 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ മണ്ണാർക്കാട് നിന്നും അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ പൊടിയൻ ബസാറിലെ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ 2 യുവാക്കളെ പിടികൂടി. കല്ലേറ്റുങ്കര സ്വദേശിയിൽ നിന്ന് ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ 1,06,75,000 രൂപ തട്ടിയെടുത്തു. ചാലക്കുടിയിൽ നവീകരിച്ച പാലസ് മോഡൽ റോഡ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.